ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം, അതായത് 2025 SGOയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ സെക്കൻഡ് സെം രജിസ്ട്രേഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ തുടങ്ങിയ ടൈമിൽ നമ്മളുടെ ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയെല്ലാം നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് സെക്കൻഡ് സെമ്മിലേക്കുള്ള രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഈ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിലോ കഫേയിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ 2025 ഏത് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി ആയിക്കോട്ടെ, 3 ഇയർ ഡിഗ്രിയോ 4 ഇയർ ഡിഗ്രിയോ PG പ്രോഗ്രാമോ ഏത് കോഴ്സിനാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തത്, ഇതിലെല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് സെക്കൻഡ് സെമ്മിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്, ഫസ്റ്റ് സെമ്മിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് സെമ്മിൽ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സെമ്മിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. പ്രോഗ്രാം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഓൺ ടൈമിൽ ചെയ്തു പോകുക. രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് SGOU ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ പറ്റും. കാൻഡിഡേറ്റ് ഓർ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് പ്രൊഫൈലിലേക്ക്. അഡ്മിഷൻ ടൈമിൽ കൊടുത്ത ഇമെയിലും പാസ്വേഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ പാസ്വേഡ് ഓർമ്മയില്ല എങ്കിൽ ഫോർഗട്ട് പാസ്വേഡിൽ കൊടുത്ത് പാസ്വേഡ് പുതുക്കാവുന്നതാണ്. പാസ്വേഡ് ഓർമ്മയില്ല എങ്കിൽ ഒരുപാട് തവണ ഇൻകറക്റ്റ് പാസ്വേഡ് കൊടുത്ത് പ്രൊഫൈൽ ലോക്ക് ചെയ്യാതിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈലിലേക്കാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റുഡൻറ്റ് PG വിദ്യാർത്ഥിയാണ് കേട്ടോ, MA ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത്. അപ്പോൾ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ വലത്തെ സൈഡിൽ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫോർ സെമസ്റ്റർ 2 ഈസ് ഓപ്പൺഡ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡിൽ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതാണ്. അവിടെ നിങ്ങളുടെ സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ള സബ്ജക്റ്റിൻ്റെ ലിസ്റ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് MA ഇംഗ്ലീഷ് ആണ്, PG ആയതുകൊണ്ട് സെക്കൻഡ് സെമ്മിൽ മറ്റ് എലക്റ്റീവ് സബ്ജക്റ്റ് ഒന്നും വരുന്നില്ല. എല്ലാം കമ്പൾസറി, അതായത് ഡിസിപ്ലിൻ സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഓൾറെഡി സബ്ജക്റ്റൊക്കെ ഇവിടെ ഫിക്സഡ് ആക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴെ ഐ അഗ്രി വിത്ത് കണ്ടീഷൻസിൽ നിങ്ങളൊരു ടിക്ക് മാർക്ക് കൊടുക്കുക, എന്നിട്ട് കൺഫേം ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചത് ഒരു PG വിദ്യാർത്ഥിയുടെ പ്രൊഫൈലാണല്ലോ. ഇനി നമുക്കൊരു 4 ഇയർ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പ്രൊഫൈൽ നോക്കാം. സെമസ്റ്റർ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ഇയർ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിന് രണ്ടാമത്തെ സെമ്മിൽ എലക്റ്റീവ് സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ 4 സബ്ജക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് എലക്റ്റീവ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ 4 ഇയർ ഡിഗ്രി സ്റ്റുഡൻസിന് സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ള എലക്റ്റീവ് പേപ്പേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ക്രിമിനോളജി, മെഷീൻ ലേണിംഗ് ഫോർ ആൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സബ്ജക്റ്റ് ആണോ ഇഷ്ടം, നിങ്ങളുടെ അഫിലിറ്റിക്ക് പ്രകാരം ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് എലക്റ്റീവായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ക്രിമിനോളജി വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴെയുള്ള ഐ അഗ്രി വിത്ത് കണ്ടീഷൻ കൊടുത്തിട്ട് കൺഫേം കൊടുത്താൽ സെക്കൻഡ് സെമ്മിലേക്കുള്ള സബ്ജക്റ്റ് കൺഫേം ആവും. അപ്പോൾ ഒന്നുകൂടെ അവരൊരു കൺഫർമേഷൻ ചോദിക്കും, അതിലും കൺഫേം കൊടുക്കുക. അടുത്ത വിൻഡോയിൽ നിങ്ങൾക്ക് ഫീ കൺസെഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, മീൻസ് SC ST OEC കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ ഈ ഗ്രാൻസിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെന്ന് കാണിക്കും, അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കും. 6 ഇയേഴ്സ് സ്പോൺസേഡ് കാൻഡിഡേറ്റ് ചോദിക്കുന്നുണ്ട്, അവിടെ നോ കൊടുക്കുക കേട്ടോ, എന്നിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് സെമ്മിലേക്കുള്ള ഫീ എത്രയാണെന്ന് ഇവിടെ കാണിക്കും. അപ്പോൾ PG സ്റ്റുഡൻസിന് സെക്കൻഡ് സെമ്മിൽ 3500 ആണ് ടോട്ടൽ ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഫീസ്. പേ നൗവിൽ നിങ്ങൾ അതിനുശേഷം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്ത് ഫീ അടയ്ക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. UPI ആയിരിക്കും കൂടുതൽ സ്റ്റുഡൻസിനും കുറച്ചുകൂടെ ഈസി. അപ്പോൾ പേ ബൈ എനി UPI ID ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ത്രൂ ആണ് ഫീ അടയ്ക്കേണ്ടതെങ്കിൽ ഗൂഗിൾ പേയിലെ UPI ID ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് പേ നോ കൊടുത്താൽ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വരും. അത് വെച്ച് ഫീ അടയ്ക്കാവുന്നതാണ്. അല്ല കാർഡ് നെറ്റ് ബാങ്കിങ്ങോ ത്രൂ ആണ് ഫീ അടയ്ക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഫീ അടച്ച് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ കൺഗ്രാജുലേഷൻസ് യുവർ സെമസ്റ്റർ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന് എഴുതി കാണിക്കുന്നതാണ്. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു പ്രൊഫൈൽ കാണിക്കുന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇൻ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഫീ പോയിട്ടുണ്ട്, ബട്ട് ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു 24 hours എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് സെമ്മിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.